യുഎസിലേക്കുള്ള വിദ്യാർത്ഥി വിസ അപേക്ഷകളിലെ ആശങ്ക വിട്ടുമാറുന്നില്ല. വിദ്യാർത്ഥി വിസകളിൽ ശക്തമായ പരിശോധനകൾ നടത്താനാണ് യുഎസ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഓരോ എംബസികൾക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പരിശോധനകളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉദ്യോഗസ്ഥർ പരിശോധിക്കാനും തുടങ്ങിയിട്ടുണ്ട്. കർശനമായ പരിശോധനകളാണ് നടക്കുന്നതെന്ന് ഇന്റർവ്യൂ കഴിഞ്ഞ വിദ്യാർത്ഥികൾ പറഞ്ഞു. പലർക്കും സോഷ്യൽ മീഡിയ പരിശോധനയിൽ വിസ നിരസിച്ചിട്ടുണ്ടെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു. അത്തരത്തിൽ ആശങ്കയുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് ന്യൂഡൽഹിയിലെ യുഎസ് വിസ എംബസിയിൽ നിന്നും പുറത്തുവരുന്നത്. ജൂലൈ 10 ന്യൂഡൽഹിയിലെ എംബസിയിൽ നടന്ന ഒരു വിസ ഇന്റർവ്യൂവിൽ ഒരു ഇന്ത്യൻ വിദ്യാർത്ഥിക്ക് അത്തരത്തിൽ ഭയപ്പെടുന്ന അനുഭവമുണ്ടായി. ഇന്ത്യൻ വിദ്യാർത്ഥി വിസയ്ക്കായി അപേക്ഷ സമർപ്പിച്ചപ്പോൾ നിലവിൽ അവർ ഉപയോഗിച്ച സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നൽകിയിരുന്നു. എന്നാൽ അവൾ നേരത്തെ ഉപയോഗിച്ച പഴയ അക്കൗണ്ടുകൾ ഉദ്യോഗസ്ഥർ നോക്കില്ല എന്ന് വിചാരിച്ച് നൽകിയതുമില്ല. എന്നാൽ ഇന്റർവ്യൂ സമയത്ത് അധികൃതർ വിദ്യാർത്ഥിക്ക് തിരികെ 221G നോട്ടീസ് നൽകി. ആദ്യം അവൾക്ക് ഒന്നും മനസ്സിലായില്ല. പിന്നീട് അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ സംബന്ധമായ ആശങ്കകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് വിസ നഷ്ടമായതെന്നും 221G നോട്ടീസ് നൽകിയതെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിദ്യാർത്ഥി DS-160 ഫോമിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത അക്കൗണ്ട് അധികൃതർ കണ്ടുപിടിച്ചു. എന്നാൽ അക്കൗണ്ട് പബ്ലിക് അല്ലെന്നും ഉപയോഗിക്കാറില്ലെന്നും വിദ്യാർത്ഥി മറുപടി പറഞ്ഞു. എന്നാൽ വിസ ഇന്റർവ്യൂ സമയത്ത് വിദ്യാർത്ഥിയുടെ അക്കൗണ്ട് പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്നു എന്നും അവർ AI ഉപയോഗിച്ച് കണ്ടെത്തി. തുടർന്ന് അധികൃതർ അവളുടെ മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ നൽകണമെന്ന് നോട്ടീസ് അയച്ചു. എന്നെ ഏറെ വേദനിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇന്ന്. ഞാൻ വിസ ഇന്റർവ്യൂവിന് പോകുകയും ഇന്റർവ്യൂ ഓഫീസർമാർ എൻ്റെ റെഡിറ്റ് അക്കൗണ്ട് കണ്ടുപിടിക്കുകയും അതേക്കുറിച്ച് എന്നോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ എൻ്റെ അക്കൗണ്ട് പബ്ലിക് അല്ലായിരുന്നു. കൂടാതെ എൻ്റെ ശരിക്കുമുള്ള പേരും ഞാൻ അതിൽ നൽകിയിട്ടില്ല. പണ്ടെപ്പോഴോ എടുത്ത അക്കൗണ്ട് ആയിരുന്നു അത്. എനിക്ക് അതേപ്പറ്റി ഓർമ്മയും ഇല്ലായിരുന്നു. പക്ഷേ അധികാരികൾ AI ഉപയോഗിച്ച് എൻ്റെ മുഴുവൻ അക്കൗണ്ടുകളും കണ്ടുപിടിച്ചു. എന്നോട് മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും നൽകണമെന്നും അവർ പറഞ്ഞു എന്ന് വിദ്യാർത്ഥി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു. 221G നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് വിദ്യാർത്ഥി അവളുടെ മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പരിശോധിക്കുകയും അധികാരികൾക്ക് കൈമാറാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. 221G നോട്ടീസ് ഉദ്യോഗസ്ഥർ അപേക്ഷകർക്ക് നൽകുന്നത് അധിക വിവരങ്ങളോ അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ്സിംഗോ ആവശ്യമായി വരുമ്പോഴാണ്. ഇത് സാധാരണയായി വിസ പൂർണ്ണമായും നിരസിക്കുന്നില്ലെങ്കിലും പലപ്പോഴും വിസ നടപടികൾ വൈകിപ്പിക്കും എന്നാണ് റിപ്പോർട്ടുകൾ. വിസ അപേക്ഷകൾ കൈകാര്യം ചെയ്യുന്ന സമയത്ത് കോൺസുലാർ ഉദ്യോഗസ്ഥർ സോഷ്യൽ മീഡിയ പ്രവർത്തനങ്ങളെ എങ്ങനെ വിലയിരുത്തും എന്നതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നും ആശങ്കകൾ ഉയർന്നു വരുന്നുണ്ട്. യുഎസിൽ പഠനത്തിന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ മുഴുവൻ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കുറിച്ചും ഒരു അവലോകനം നടത്തുകയും വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്ത് നൽകുകയും വേണം. എന്താണ് 221G നോട്ടീസ്? യുഎസ് എംബസിയും കോൺസുലേറ്റും ഒരാളുടെ വിസ അപേക്ഷ താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന് അറിയിക്കാനാണ് 221G നോട്ടീസ് നൽകുന്നത്. ഇത് ലഭിച്ചാൽ വിസ അപേക്ഷ അംഗീകരിച്ചിട്ടുമില്ല, നിരസിച്ചിട്ടുമില്ല എന്നാണ് അർത്ഥം. എന്തുകൊണ്ടാണ് അപേക്ഷകർക്ക് 221G നോട്ടീസ് ലഭിക്കുന്നത്? പ്രധാനമായും 5 കാരണങ്ങൾ കൊണ്ടാണ് അപേക്ഷകന് 221G നോട്ടീസ് ലഭിക്കുന്നത്. 1. നിങ്ങൾ ആവശ്യമായ ഡോക്യുമെന്റുകൾ നൽകിയിട്ടില്ല എങ്കിൽ. 2. നിങ്ങളുടെ വിസ അപേക്ഷകൾക്ക് മേൽ കർശനമായ പരിശോധനകൾ ആവശ്യമാണ് എന്ന് തോന്നിയാൽ. 3. യുഎസിലേക്കുള്ള നിങ്ങളുടെ യാത്രയുടെ ഉദ്ദേശം സംശയകരമായ ഉദ്യോഗസ്ഥർക്ക് അനുഭവപ്പെട്ടാൽ. 4. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് പാസ്സായിട്ടില്ല എങ്കിൽ. 5. വിസ പ്രോസസ്സിങ്ങിന് കൂടുതൽ സമയം വേണ്ടിവരുവാണെങ്കിൽ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ യുഎസ് വിസ ലഭിക്കുന്നത് അത്ര സിമ്പിൾ അല്ല. അതുകൊണ്ട് തന്നെ വിസയ്ക്ക് അപേക്ഷിക്കുന്ന സമയത്തും ഇന്റർവ്യൂ സമയത്തും കള്ളങ്ങൾ ചെയ്യരുത്. അതുപോലെ നിങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എവിടെയൊക്കെ അക്കൗണ്ടുകളുണ്ടോ അതെല്ലാം നൽകണം. യുഎസ് സർക്കാരിനെ എതിർത്ത് ഒന്നും പറയരുത്. അവർക്കെതിരെയുള്ള പോസ്റ്റുകളോ വിമർശനങ്ങളോ എഴുതുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യരുത്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.